ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ നിമ്മിയാനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചെട്ടിനാട് ചിക്കൻ കറി. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മസാലകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. നമ്മളിവിടെ ഹോൾ സ്പൈസസ് ആണ് എല്ലാം ചേർക്കുന്നത്. അതിനായിട്ട് ഒരു 2-3 വറ്റൽമുളക്, ഒരു 2 കറുവാപ്പട്ട, അതുപോലെ തന്നെ ഒരു സ്റ്റാർ അനീസ്, പിന്നെ എടുത്തിരിക്കുന്നത് 2 ഏലക്ക, പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം ഫെനൽ സീഡ്, പിന്നെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണ് ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ മുഴുവൻ കുരുമുളകില്ലേ അത്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കൊരിയാണ്ടർ. ഇത് പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത്, മുഴുവനേ ഉള്ളത്. അത്രയാണ് നമുക്ക് സ്പൈസസ് വേണ്ടത്. ഇനി നമുക്കിത് ആ എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 2 എണ്ണേ ചേർത്തിട്ടുള്ളൂ. ഒരു 3-4 എണ്ണം വരെ ചേർക്കാവുന്നതാണ്. ഞാൻ പിള്ളേരോടുള്ള കാരണം കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയും ചേർക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൈപ്പിടിയില്ല, അത്രയും ഒരു തേങ്ങയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതുപോലെ തന്നെ തേങ്ങ ചേർക്കുമ്പോൾ ഒത്തിരി തേങ്ങ ചേർക്കരുത്. അതിനുശേഷം നമുക്കിതൊന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. തീയലിനുള്ള കറിക്ക് നമ്മൾ തേങ്ങ വറുത്തെടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ വറുത്തെടുക്കണ്ട. തേങ്ങയുടെ കളർ ഒന്ന് ജസ്റ്റ് മാറി വന്നാൽ മാത്രം മതി. ഇപ്പം ഏകദേശം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. മസാലകളെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ടൊരു 2 ബേ ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് പകരം സവോള യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ ഉള്ളിക്കാണ് നല്ലൊരു ടേസ്റ്റ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റുക. ഒരു പകുതി വഴണ്ട് കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഞാൻ ചതച്ചെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം അതൊന്ന് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ മുമ്പേ കുറച്ച് മസാല എടുത്ത് വെച്ചിരുന്നില്ലേ, അതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് നല്ലൊരു മണമാണ്. നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ഹോൾ സ്പൈസസും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തല്ലേ, അതുകൊണ്ട് നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല അരച്ചെടുത്തപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത്രയും കൂടെ ചേർത്ത് നമ്മുടെ പൊടികളുടെ മണമൊക്കെ പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനൊരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് ഉടയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള മസാലയുടെ അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ചിക്കൻ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് മസാലയെല്ലാം നമുക്ക് ചിക്കനിലൊന്ന് പിടിപ്പിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട, നമുക്ക് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മസാലയൊക്കെ ചിക്കനിലൊന്ന് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. നമ്മുടെ ചിക്കൻ വേവണമല്ലോ, അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മല്ലിയിലയാണ്. ഒരു പിടി മല്ലിയിലയും കൂടി ഇതുപോലെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെട്ടിനാട് ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഞാനിന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത് വീറ്റ് പൊറോട്ടയാണ്. ഈ വീറ്റ് പൊറോട്ട ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.